വിദ്യാർത്ഥികളെ ഗണിത പഠനം എളുപ്പമാക്കുന്നതിനും രസകരമാക്കുന്നതിനും വേണ്ടി എല്ലാ വീടുകളിലും ലാബ് സജ്ജീകരിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഗണിത ലാബ് സജ്ജീകരിക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്ന പദ്ധതിയാണ് ലാബ് അറ്റ് ഹോം അഥവാ വീട്ടിൽ ഒരു ലാബ് എന്നത്. അതുമായി ബന്ധപ്പെടുത്തി നിങ്ങൾക്ക് സ്കൂളിൽ നിന്നും ഏതാനും വസ്തുക്കൾ കിട്ടിയിട്ടുണ്ട്. അതെല്ലാം എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നാണ് ഞാനിവിടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓരോന്നും കൃത്യമായി ഈ വീഡിയോ കണ്ട് തുറന്നു നോക്കുക. അതിനാവശ്യമായ സജ്ജീകരണങ്ങൾ വീട്ടിൽ ക്രമീകരിക്കുക. എല്ലാ വീടുകളിലും ഒരു റൂമോ അല്ലെങ്കിൽ ഒരു ടേബിളോ ലാബ് സജ്ജീകരിക്കാൻ വേണ്ടി ഉണ്ടാകണമെന്നില്ല. ഉണ്ടെങ്കിൽ വളരെ നല്ലത്. അതല്ലെങ്കിൽ ഒരു പെട്ടിയിലെങ്കിലും ലാബ് സജ്ജീകരിച്ച് വയ്ക്കുക. ആവശ്യമായ സമയത്ത് അതെടുത്ത് ഉപയോഗപ്രദമാവുന്ന രീതിയിൽ, അത് എളുപ്പത്തിൽ കിട്ടുന്ന രീതിയിൽ എടുത്തു വയ്ക്കുക. അപ്പോൾ തന്നിട്ടുള്ള ഉപകരണങ്ങൾ എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ഇതിൽ ചില പസിലുകളുണ്ട്, ചില ഗെയിമുകളുണ്ട്. ഗെയിം എന്ന് പറയുമ്പോൾ 2 വ്യക്തികളോ അല്ലെങ്കിൽ 2 ഗ്രൂപ്പുകളോ തമ്മിലാണ് ഇത് കളിക്കേണ്ടത്. ഇത് കളിക്കുന്നതിലൂടെ ഗണിതത്തോട് താല്പര്യം വർദ്ധിക്കുകയും ഗണിത പഠനം എളുപ്പമാവുകയും ചെയ്യുന്നു എന്നാണ്. കളിക്കുമ്പോൾ നിങ്ങൾക്കത് നിസ്സാരമായി തോന്നിയേക്കാം, അതത്ര വില നിങ്ങൾ കൊടുക്കുന്നുണ്ടാവില്ല. പക്ഷേ ഇതിനെ നല്ല മൂല്യത്തോടെ തന്നെ കാണുക. ഞാൻ ഓരോന്നിനെയും ഒന്ന് പരിചയപ്പെടുത്താം. ആദ്യം കാർഡ് കളിയാണ്. കാർഡ് കളി എന്നുദ്ദേശിക്കുന്നത് ഈ കാർഡിൽ തന്നിരിക്കുന്ന കാർഡിൽ നിങ്ങൾക്ക് 100 കള്ളികളുള്ള കാർഡുകളാണ് തന്നിട്ടുള്ളത്. 100 കള്ളികളാണ് ആ കാർഡിലുള്ളത്, അഥവാ 100 സമചതുരങ്ങളാണ്. ഇതിൽ ക്രമീകരിക്കാൻ വേണ്ടി ഇതിന് കൂടെ നിങ്ങൾ കുറച്ച് ഭിന്നസംഖ്യകൾ കൂടി സജ്ജീകരിക്കേണ്ടതുണ്ട്. ഭിന്നസംഖ്യകൾ സജ്ജീകരിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് 100നെ ഛേദമാകുന്ന 100 എന്ന സംഖ്യ ഛേദം അഥവാ ഡിനോമിനേറ്റർ ആക്കാൻ പറ്റുന്ന ഏതാനും ഭിന്നസംഖ്യകളാണ് ഇവിടെ ഉപയോഗിക്കേണ്ടത്. യഥാർത്ഥത്തിൽ 2 പേർ കളിക്കണമെങ്കിൽ ശരിക്കും 2 കാർഡുകൾ വേണം. തൽക്കാലം ഇവിടെ ഒരു കാർഡ് മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. ആ ഒരു കാർഡ് കൊണ്ട് എങ്ങനെ ചെയ്യാം എന്നാണ്. അതിനാവശ്യമായ രീതിയിൽ അല്പം മഞ്ചാടിക്കുരു സംഘടിപ്പിക്കണം. മഞ്ചാടിക്കുരു സ്കൂളിൽ നിന്ന് കിട്ടിയിട്ടില്ല, മഞ്ചാടിക്കുരു സംഘടിപ്പിക്കുക. ഇനി അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബട്ടണുകളോ ചെറിയ പേപ്പർ ചാർട്ട് കഷ്ണം കൊണ്ട് ബട്ടൺ പോലെ മഞ്ചാടിക്കുരു പോലെ വെട്ടി ഉണ്ടാക്കിയതൊക്കെ നമുക്ക് ഉപയോഗിക്കാം. ഇതിൽ ഭിന്നസംഖ്യാ രൂപത്തിലുള്ള കുറച്ച് കാർഡുകൾ നിങ്ങൾക്ക് കിട്ടും. ആ കാർഡിൽ എല്ലാം കമിഴ്ത്തി വയ്ക്കുക, സംഖ്യകൾ കാണാത്ത രീതിയിൽ വയ്ക്കുക. ഒരു കാർഡ് നമുക്ക് അതിൽ നിന്ന് എടുക്കാം. എടുത്ത ശേഷം ആ കിട്ടിയ കാർഡിന് തുല്യമായ കളത്തിൽ നിങ്ങൾ മഞ്ചാടിക്കുരു പൊറുക്കി വയ്ക്കുന്നു. ഉദാഹരണത്തിന് 10ൽ 1 അഥവാ 1/10 1/10 ആണ് നിങ്ങൾ എടുത്തത് എങ്കിൽ 100 കള്ളികളാണ്. അപ്പോൾ 100 കള്ളികളെ 10ൽ 1 എന്ന രീതിയിൽ 100ൽ എത്ര എന്ന് ക്രമീകരിക്കാൻ പറ്റണം. അതിന് ബുദ്ധിമുട്ടാണെങ്കിൽ നിരയായി വന്നിട്ടുള്ള 10 കള്ളികളാണ്. ആ 10 കള്ളികളിൽ ഒരു വരി മുഴുവൻ എടുത്താൽ അത് 10ൽ 1 ആണ്. അപ്പോൾ 10ൽ 1 തുല്യമായ രീതിയിൽ നിങ്ങളത് ക്രമീകരിക്കാം. രണ്ടാമത്തെ ആൾ കളിക്കുന്നു. മറ്റൊരു കാർഡിലാണ് കളിക്കേണ്ടത്. ഒരു കാർഡ് എടുക്കുമ്പോൾ ആ നേരത്തെ എടുത്ത 10ൽ 1 അവിടെ തന്നെ കമിഴ്ത്തി വെക്കാം. അത് കാണാത്ത രീതിയിൽ ഷഫിൾ ചെയ്യാം, ഒക്കെ ചെയ്യാം. എന്നിട്ട് മറ്റൊരാൾ എടുക്കുന്നു. അയാളെടുക്കുമ്പോൾ അയാൾക്ക് കിട്ടുന്ന 5ൽ 1 ആണെങ്കിൽ മൊത്തത്തിലുള്ളതിനെ 5ൽ 1 എന്ന ഭിന്നസംഖ്യ വരുന്ന രീതിയിൽ ക്രമീകരിച്ച് മഞ്ചാടിക്കുരു വയ്ക്കുന്നു. ഇനി ചിലപ്പോൾ 100ൽ 1 കിട്ടാം. 100ൽ 1 എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരൊറ്റ ചതുരമാണ്, ചെറിയൊരു ചതുരമാണ്. അപ്പോൾ ഒരു ചതുരത്തിലേ വെക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ പല തവണകളായിട്ട് ഓരോ കാർഡ് എടുക്കുമ്പോഴും അതിനെ ആസ്പദമാക്കുന്ന ഭിന്നസംഖ്യ നമ്മൾ കളങ്ങളിൽ മഞ്ചാടിക്കുരു വെച്ച് ആ കളങ്ങൾ മുഴുവൻ 100 കള്ളികളും പൂർത്തിയാക്കാൻ ആർക്ക് ആദ്യം പറ്റുന്നു അയാൾ വിജയിക്കുന്നു എന്നാണ്. ഇവിടെ വിജയിക്കുക എന്നതിനപ്പുറം ഭിന്നസംഖ്യകളെ 100ൽ എത്ര എന്ന രീതിയിലേക്ക് ആക്കാൻ പറ്റുക എന്നുള്ളതാണ്. ഏതൊരു ഭിന്നസംഖ്യയും 100ൻ്റെ ഛേദമാക്കാൻ പറ്റില്ല. എന്നാൽ 100 ഛേദമാക്കുന്ന ഭിന്നസംഖ്യകൾ മാത്രമേ അവിടെ എടുക്കുന്നുള്ളൂ. ആ രീതിയിലേക്ക് നമുക്കത് ക്രമീകരിക്കാം. അതിനു വേണ്ടിയിട്ടുള്ള ഒരു മത്സരമാണ് ഇത്.
ഭിന്നസംഖ്യ എളുപ്പമാകാനുള്ളതാണ്. മറ്റൊരു കാർഡ് തന്നിട്ടുള്ളത് ഉയരം കണ്ടെത്താം. ഒരു കാർഡിൽ നിങ്ങൾക്ക് 4 കോളങ്ങളായിട്ട് കൊടുത്തിട്ടുണ്ട്. ഉള്ളളവ്, നീളം, വീതി, ഉയരം. അതാ ഉള്ളളവ് എന്നുള്ളതിൽ താഴെ നമുക്ക് 1 മുതൽ 25 വരെ എഴുതിയിട്ടുണ്ട്. ഇനി വേണ്ടത് കുറച്ച് ബട്ടണുകൾ ഉണ്ടാക്കലാണ്. അത് നേരത്തെ പറഞ്ഞ പോലെ ചാർട്ട് പേപ്പർ കട്ട് ചെയ്തോ എങ്ങനെയെങ്കിലും ബട്ടണുകൾ ഉണ്ടാക്കുക. അതിൽ 1 മുതൽ 9 വരെയുള്ള അല്ലെങ്കിൽ 1 മുതൽ 5 വരെയുള്ള കുറച്ച് നമ്പറുകൾ ഉണ്ടാക്കാം. അത് നമുക്ക് സജ്ജീകരിക്കാം. അതിനുശേഷം ഒരു ചതുര പെട്ടി, സമചതുര പെട്ടി, അതിൻ്റെ ഉള്ളളവാണ് ഒന്നാമത്തെ കോളത്തിൽ കൊടുത്തിട്ടുള്ളത്. ഒന്നാമത്തെ കോളത്തിൽ കൊടുത്തിട്ടുള്ളത് തന്നിരിക്കുന്ന ചതുരപ്പെട്ടിയുടെ, അല്ലെങ്കിൽ നമ്മൾ ഒരു ചതുരപ്പെട്ടി മനസ്സിൽ കാണുകയാണ്. അപ്പോൾ സമചതുര പെട്ടിയാണ് എന്നുള്ളത് കൊണ്ട് അടിഭാഗം അഥവാ പാദഭാഗം നീളവും വീതിയും തുല്യമാണ്. അപ്പോൾ ഇവിടെ ഉയരത്തിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഉദാഹരണത്തിന് നീളം 2 എന്ന ബട്ടൺ, നീളത്തിൻ്റെ കളി ഞാൻ 2 എന്ന് വെച്ചാൽ വീതിയും 2 തന്നെ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഉയരം എത്രയാണ് വരേണ്ടത് എന്നാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. നമുക്കൊന്ന് എക്സാമ്പിൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ 1 എന്ന രീതിയിൽ നീളം 1 എന്ന് വെക്കുന്നു, വീതിയും 1 തന്നെ വേണം. കാരണം സമചതുരമാണല്ലോ അടിഭാഗം. ഇനി നീളവും വീതിയും 1 ഉള്ളളവ് 1 എന്ന് കിട്ടണമെങ്കിൽ ഉയരം എത്ര വെക്കണം? അവിടെയും 1 തന്നെ വെക്കണം. മറ്റൊന്ന്, ഉള്ളളവ് 8 വിചാരിക്കാം. നീളം ഞാൻ 2 വെച്ചു എങ്കിൽ വീതിയും 2 തന്നെ വെക്കണം. അപ്പോൾ ഉയരം എത്ര വരണം? അപ്പോൾ ഉയരവും 2 തന്നെ വെക്കണം. അങ്ങനെ ആ ടേബിളിലെ, ആ പട്ടികയിലെ ആദ്യം കാണുന്ന ഉള്ളളവ് എന്ന കോളത്തിലെ സംഖ്യകൾ കിട്ടാൻ ഏതൊക്കെ ടോക്കണുകൾ ഉപയോഗിക്കാം അതൊക്കെ ക്രമീകരിച്ച് വയ്ക്കുന്നതാണ് ഇതിൻ്റെ ഒരു മത്സരം. മറ്റൊരു ഉപകരണം പരിചയപ്പെടുത്തുന്നത് കോണളവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ളതാണ്. നമുക്കറിയാം, കോണളവ് പ്രൊട്രാക്ടർ ഉപയോഗിച്ചാണ് നമ്മൾ കോൺ അളക്കുന്നത്. കോൺമാപിനി എന്ന് പറയും. അതിൻ്റെ ഒരു രൂപമാണ് തന്നിട്ടുള്ളത്. നമുക്ക് തന്നെ വേണമെങ്കിൽ ഇത് നിർമ്മിക്കാൻ പറ്റും. തന്നിട്ടില്ലാത്ത രീതിയിൽ ഒരു പ്രൊട്രാക്ടറിൻ്റെ ഫോട്ടോസ്റ്റാറ്റോ അല്ലെങ്കിൽ പ്രൊട്രാക്ടർ വരച്ചതോ ആയിട്ട് നമുക്കിതിന് ക്രമീകരിക്കാം. അതിൽ 2 പ്രൊട്രാക്ടർ ചേർത്ത് വെച്ച് ഒരു ഫുൾ വൃത്തമായിട്ട്, പൂർണ്ണ വൃത്തമായിട്ട് നമുക്കിതിനെ ക്രമീകരിക്കാം. അത് കോൺ അടയാളപ്പെടുത്തുന്ന ഒരു സൂചി മാത്രമേ അതിലുണ്ടാവുള്ളൂ. സൂചി നമുക്കില്ലെങ്കിൽ നമുക്കത് സൂചി വെക്കണം. ഒരു പേപ്പർ കൊണ്ട്, കട്ടി കുറഞ്ഞൊരു പേപ്പറിൽ വെച്ചാൽ മതി. സൂചിയായിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഈർക്കലുകളോ ഒക്കെ ഉപയോഗിച്ച് സൂചിയാക്കാം. നീക്കാൻ പറ്റണം. 2 പേർ തമ്മിൽ കളിക്കുമ്പോൾ ഒരാൾ 70 ഡിഗ്രി എന്ന് പറഞ്ഞാൽ മറ്റേ ആൾ അതിന് കോണ് 70യിലേക്ക് കൊണ്ടുപോയി വെക്കാൻ കഴിയണം. മറ്റേ 108 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 108ൽ മറ്റൊരാൾക്ക് കൊണ്ടുവയ്ക്കാൻ കഴിയണം. അതല്ലെങ്കിൽ മറ്റു രീതിയിൽ തിരിച്ച് കളിച്ചാൽ ഒരാൾ ഒരു കോൺ അതിൽ അടയാളപ്പെടുത്തുന്നു, സൂചി വെച്ച് അടയാളപ്പെടുത്തുന്നു. ആ കോൺ എത്രയാണെന്ന് രണ്ടാമത്തെ ആൾക്ക് പറയാൻ കഴിയണം. ഇതാണ് മത്സരം. ഇത് 2 കുട്ടികൾ തമ്മിൽ കളിക്കേണ്ടതാണ്. അത് പഠിക്കാൻ ഏറ്റവും എളുപ്പമായിട്ട് വരും. കോണളവ് പഠിക്കുമ്പോൾ ഇത്തരം കളികൾ ഉപയോഗിക്കുന്നത് നല്ലതാണ്. മറ്റൊന്ന് ജിയോ ബോർഡിൻ്റെയാണ്. സമചതുരം ചതുരവും ഭിന്നവും എന്ന് പറഞ്ഞൊരു ടേബിളുണ്ട്. അതിൽ കുറേ സമചതുരങ്ങൾ കാണാം. ഇത് യഥാർത്ഥത്തിൽ ഈ ഒരു ഒറ്റ ബോർഡ് കൊണ്ട് കാര്യമില്ല. ഈ ഒരു ബോർഡ് നല്ല ഒരു ഇതേ വലുപ്പമുള്ള ഒരു ചതുരാകൃതിയുള്ള ഒരു പലകയിൽ ഒട്ടിച്ച് ഇതിൻ്റെ ഓരോ ജംഗ്ഷനിലും ആണി അടിക്കണം. ചതുരത്തിൻ്റെ ഉള്ളിൽ കാണുന്ന നിറച്ച് ഒരുപാട് ആണി വേണം. ഒരു 10-100 ആണി വേണ്ടി വരും. ഓരോ അറ്റങ്ങളിൽ, ചതുരത്തിൻ്റെ ഓരോ കുഞ്ഞു ചതുരങ്ങളുടെയും മൂലകളിൽ ആണി വരുന്ന രീതിയിൽ അടിക്കുമ്പോൾ ഇതിനെ ജിയോ ബോർഡ് എന്ന് പറയും. ഈ ജിയോ ബോർഡ് ഉപയോഗിച്ച് ഭിന്നസംഖ്യകളുടെ സങ്കലനം പഠിക്കുന്നതാണ്. ഉദാഹരണത്തിന് 4ൽ 1 കൂട്ടണം 5ൽ 2 ചെയ്യണമെന്ന് വിചാരിക്കുക. 4ൽ 1 പ്ലസ് 5ൽ 2 ചെയ്യണം എങ്കിൽ എന്താണ് വേണ്ടത്? 2ൻ്റെയും ഛേദം പരിശോധിക്കുമ്പോൾ 4ഉം 5ഉമാണ്. നമ്മൾ ചെയ്യേണ്ടത് ഒരു റബ്ബർ എടുത്ത് 4 വീതിയും
5 നീളവുമുള്ള ഒരു ചതുരം ആ ആണികളിൽ ക്രമീകരിക്കാൻ കഴിയണം. നീളം 5 വീതി 4 ചതുരം ക്രമീകരിക്കുക റബ്ബർ ഉപയോഗിച്ചിട്ട്. ആണി അടിച്ച ശേഷമാണെന്ന് ഓർക്കുക. പിന്നീട് 4ൽ 1 എന്ന് പറയുമ്പോൾ 4ൽ 1 അടയാളപ്പെടുത്താൻ മറ്റൊരു റബ്ബർ ഉപയോഗിച്ച് 4ൽ 1 അതിൽ അടയാളപ്പെടുത്താം. അപ്പോൾ ഒരറ്റത്തെ ആ വീതി 4 വരുന്ന ആ ഭാഗത്ത് ഒരറ്റത്ത് നമുക്ക് മറ്റേ അറ്റത്തേക്ക് റബ്ബർ കുടുക്കിയാൽ അത് 4ൽ 1 മാറും. മറ്റൊന്ന് 5ൽ 2 ആക്കണം. വേറെ റബ്ബർ ഉപയോഗിച്ച് നേരെ തിരിച്ച് നേരത്തെ 4ൽ 1 വെച്ചതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് 5ൽ 2, അപ്പോൾ 2 കോളങ്ങൾ കിട്ടുന്ന രീതിയിൽ 5ൽ 2 വയ്ക്കുക. ഇങ്ങനെ നമ്മൾ 2 റബ്ബർ ഉപയോഗിച്ച് കണ്ടെത്തിയിട്ടുള്ള ചിത്രങ്ങൾ അല്ലെങ്കിൽ ചതുരങ്ങൾ, കുഞ്ഞു സമചതുരങ്ങളുടെ എണ്ണം നോക്കിയാൽ ഇത് 4ൽ 1 5ൽ 2 കൂട്ടിയതിന് തുല്യമായിട്ട് കിട്ടും. എത്രയാണോ അതിൻ്റെ ഉത്തരം അത്രയും കള്ളികൾ അവിടെ ഉത്തരമായിട്ട് വരും. ആകെയുള്ളത് 20 കള്ളികളാണ്. മൊത്തത്തിൽ മൊത്തത്തിൽ ചതുരത്തിൻ്റെ കള്ളികൾ പരിശോധിക്കുമ്പോൾ 20 കള്ളികളാണ്. അപ്പോൾ 20ൽ എത്രയാണ് എന്ന് അവിടെ മനസ്സിലാക്കാൻ കഴിയും. കൂടുതൽ വിശദീകരണങ്ങൾ നിങ്ങളെ ക്ലാസ് അധ്യാപകരോട് ചോദിച്ചാൽ, ഗണിതാധ്യാപകരോട് ചോദിച്ചാൽ അവർ പറഞ്ഞു തരുന്നതാണ്. മറ്റൊന്ന് മാന്ത്രിക സംഖ്യാചക്രമാണ്. മാന്ത്രിക സംഖ്യാചക്രം എന്ന് പറയുന്നത് ഒരു വൃത്തമുണ്ട്, അതിൽ കുറേ വ്യാസങ്ങൾ വരച്ചിട്ടുണ്ട്. ആ വ്യാസങ്ങളിൽ ഓരോ വ്യാസങ്ങളുടെയും അറ്റങ്ങളിലും വൃത്തമുണ്ട്, നടുക്കും വൃത്തമുണ്ട്. താഴെ 1 മുതൽ 9 വരെ ടോക്കണുകളുണ്ട്. ഇത് യഥാർത്ഥത്തിൽ ടോക്കണുകൾ വെട്ടിയെടുക്കാൻ വേണ്ടിയാണ് അങ്ങനെ തന്നിട്ടുള്ളത്. പക്ഷെ നിങ്ങളത് വെട്ടിയാൽ ആ പേപ്പർ കേടുന്നു പോകും. അതുകൊണ്ട് അതുപോലെ വലുപ്പത്തിൽ നിങ്ങൾ ചെറിയ ചാർട്ട് കഷ്ണത്തിൽ വെട്ടി ടോക്കണുകൾ ഉണ്ടാക്കണം. ഇതൊരു പസിലാണ്. ഈ 9 ടോക്കണുകളും ഈ ചിത്രത്തിൽ കാണുന്ന 9 ചെറിയ വൃത്തങ്ങളിൽ ക്രമീകരിക്കണം. അങ്ങനെ ക്രമീകരിച്ച് വരുമ്പോൾ ഒരു വ്യാസത്തിലുള്ള, ഒരു ഡയമീറ്ററിലുള്ള 3 ടോക്കണുകൾ കൂട്ടിയാൽ ഒരേ സംഖ്യ കിട്ടണം. എല്ലാ വ്യാസങ്ങളിലെയും 3 സംഖ്യകൾ കൂട്ടിയാൽ ഒരേ ഉത്തരം കിട്ടുന്ന രീതിയിൽ അത് ക്രമീകരിക്കാമോ എന്നാണ് പസിൽ. അതെങ്ങനെ വേണമെന്നുള്ളത് നിങ്ങൾക്ക് കണ്ടെത്താം. മറ്റൊന്ന് ശതമാനം ലളിതം എന്നുള്ളതാണ്. ശതമാനം ലളിതം എന്ന് പറഞ്ഞാൽ അതിൽ എഴുതിയിട്ടുള്ളത് താഴോട്ട് 10 മുതൽ 100 വരെ എഴുതിയിട്ടുണ്ട്. പാറ്റേൺ പോലെ 10, 20, 30. ഇടത്തുനിന്ന് വലത്തോട്ടും അതുപോലെ 10 മുതൽ 20, 100 വരെ എഴുതിയിട്ടുണ്ട്. നടുക്കുള്ള മുഴുവൻ കള്ളികളും ഒഴിഞ്ഞു കിടക്കുകയാണ്. അതിലുള്ള നിറച്ച് കള്ളികൾ എഴുതണം. കള്ളിയിൽ സംഖ്യകൾ എഴുതണം. ആദ്യം ഏത് സംഖ്യകളാണ് അതിൽ എഴുതേണ്ടത് എന്ന് നല്ലപോലെ ആലോചിക്കുക. ഇത് എഴുതുമ്പോൾ നല്ല വൃത്തിയിൽ എഴുതിയാൽ നമുക്ക് ഒരുപാട് ഉത്തരങ്ങൾ കിട്ടാനുള്ള കാര്യമാണ്. ആ 10 എന്ന് എഴുതിയതിൻ്റെ താഴോട്ടുള്ള 10 കള്ളികളിൽ 1ൻ്റെ ഗുണിതങ്ങളാണ് എഴുതേണ്ടത്. അതായത് 1, 2, 3, 4 അങ്ങനെ താഴോട്ട് എഴുതുക. ഇനി 20ന് താഴെയുള്ള കള്ളികളിൽ 2ൻ്റെ ഗുണിതങ്ങളാണ് എഴുതേണ്ടത്. അപ്പോൾ 2, 4, 6, 8 അങ്ങനെ താഴോട്ട് 20 വരെ വരുന്നു. 30 എന്ന് എഴുതിയതിന് താഴെയുള്ള കള്ളികളിൽ 3ൻ്റെ ഗുണിതങ്ങളാണ് എഴുതേണ്ടത്. അങ്ങനെ ഇത് ക്രമീകരിച്ചാൽ ഇത് 10ൻ്റെ 10%, 20ൻ്റെ 30%, 80ൻ്റെ 20% എല്ലാത്തിൻ്റെയും ഉത്തരങ്ങൾ അതിലുണ്ട്. അതെങ്ങനെ കാണാം എന്ന് കൂടി നമുക്ക് പഠിക്കാൻ അത് എളുപ്പമാകുന്നു എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറ്റൊന്ന് രൂപം മാറ്റാം എന്നൊരു കാർഡുണ്ട്. ഇത് നേരത്തെ പറഞ്ഞ പോലെ കാർഡുകളൊക്കെ മുറിച്ചെടുക്കാനുള്ളതാണ്. മുറിച്ചെടുത്താൽ ആ കാർഡ് നശിക്കും എന്നുള്ളത് കൊണ്ട് അത് മുറിക്കാതെ ഏതാണ്ട് അതേ കാര്യങ്ങൾ വരുന്ന ചാർട്ട് കഷ്ണങ്ങൾ വെട്ടിയെടുത്താൽ ഒന്നുകൂടി ഭംഗിയായിട്ട് നമുക്ക് ഉപയോഗിക്കാം. രൂപം മാറ്റാം എന്ന് പറഞ്ഞാൽ ഒരു പട്ടിക എഴുതി ആ പട്ടികയിൽ 1ാമത്തെ കോളത്തിൽ ഭിന്നസംഖ്യ വയ്ക്കുക. 1ാമത്തെ കോളത്തിൽ ഭിന്നസംഖ്യ താഴോട്ട് വെച്ചു. ആ ഭിന്നസംഖ്യയ്ക്ക് തുല്യമായ ദശാംശ സംഖ്യ ഡെസിമൽ നമ്പർ കണ്ടെത്തിയിട്ട് അതിനെ വലതുഭാഗത്തെ കളിയിൽ വയ്ക്കുക. നമ്മൾ പരീക്ഷയ്ക്കൊക്കെ ചേരുംപടി ചേർക്കുക എന്നൊക്കെ ചെയ്യാറുണ്ട്. അതുപോലെ ചെയ്യാനുള്ളതാണ്. ഓക്കെ, ഇത്രയുമാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ള ഉപകരണങ്ങൾ. ഇതിൽ ചാർട്ട് കഷ്ണങ്ങളും ഉപയോഗിക്കേണ്ടി വരും. തന്നിട്ടില്ല. മഞ്ചാടിക്കുരു ഉപയോഗിക്കണം, അത് തന്നിട്ടില്ല. കൂടെ റബ്ബറുകൾ തന്നിട്ടുണ്ട്, അതുപോലെ ഡൈസ് തന്നിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് ഉപയോഗിക്കാം. ആവശ്യമായ സമയത്ത്
ഒക്കെ ഉപയോഗിക്കാനുള്ളതാണ്. ഇനിയും ഒരുപാട് ഗെയിമുകൾ നമുക്ക് സ്വന്തമായി നിർമ്മിക്കാം. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ പാമ്പും കോണിയൊക്കെ നമുക്ക് സ്വന്തമായി വരച്ച് ഗണിതക്രിയകൾ പോലെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പിന്നീട് സ്കൂളിൽ വരുമ്പോഴൊക്കെ പഠിക്കാൻ പറ്റും. അപ്പോൾ ഇത് സ്കൂളിൽ നമുക്ക് പോകാത്തത് കൊണ്ട് വീട്ടിലൊരു ലാബ് സജ്ജീകരിച്ചാൽ ഗണിത പഠനം രസകരമാക്കാനും എളുപ്പമാക്കാനും കഴിയുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ട് ഇതിനെ നിസ്സാരമായി കാണാതെ എല്ലാവരും നല്ല ഭംഗിയായി രൂപീകരിക്കുക. ഓക്കെ.